പൊന്നാനി. കടൽ തിരമാലകളുടെ നിതാന്ത പ്രകമ്പനമിരമ്പുന്ന പുരാതന തുറമുഖ നഗരം. AD 1-ാം നൂറ്റാണ്ടിൽ പെരിപ്ലസ് എന്ന ഗ്രീക്ക് ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുണ്ടത്രേ തിൻഡീസ് എന്ന നാമത്തിൽ ഈ നാടിൻ്റെ പെരുമ. പേർഷ്യൻ, അറബ് നാടുകളുമായി നിലനിന്ന കച്ചവട ബന്ധത്തിൽ ഇവിടേക്ക് ഒഴുകിയെത്തിയ പൊൻനാണയങ്ങൾ നേടിക്കൊടുത്ത പേരത്രേ പൊന്നാനി. ഇവിടുത്തെ ബ്രാഹ്മണ ക്ഷേത്രങ്ങളിൽ പൊന്നാന ലേലം ചെയ്യപ്പെട്ടുവെന്നും അതിനാൽ പൊന്നാനി എന്നറിയപ്പെട്ടതായും ഐതിഹ്യമുണ്ട്. നല്ല ഒരു സംസ്കാരവും പുരോഗമനപരമായ സാമൂഹിക ബോധവുമുണ്ട് പൊന്നാനിക്ക്. ഗതകാല പ്രതാപത്തിൻ്റെയും വൈദേശിക ആധിപത്യത്തിൻ്റെയും അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൻ്റെയും ജ്വലിക്കുന്ന ഓർമ്മകളുണ്ട് പൊന്നാനിക്ക്. കുഞ്ഞാലിമരക്കാരുടെയും സാമൂതിരിമാരുടെയും ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെയും പോർച്ചുഗീസുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ കണ്ട നാട്. മദ്രാസ് പ്രവിശ്യയുടെയും പാലക്കാട് ജില്ലയുടെയും ഭാഗമായിരുന്നു ഈ ചെറിയ മക്ക. 1969 മലപ്പുറം ജില്ല രൂപീകൃതമായപ്പോൾ പൊന്നാനി അതിൻ്റെ ഹൃദയഭാഗമായി മാറുകയായിരുന്നു. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായ ശേഷം നടന്ന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ 1957 ആദ്യ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തത് കോൺഗ്രസിലെ കുഞ്ഞമ്പുവിനെ ആയിരുന്നു. 1960 ശ്രീ ചെറുകോയ തങ്ങൾ, 1967 ശ്രീ ചെറുകോയ തങ്ങൾ, 1970 ശ്രീ ഹാജി MV ഹൈദ്രോസ്, 1977 ശ്രീ MB ഗംഗാധരൻ, 1980 ശ്രീ K ശ്രീധരൻ, 1982 ശ്രീ MB ഗംഗാധരൻ, 1987 ശ്രീ PT മോഹനകൃഷ്ണൻ, 1991 ശ്രീ EK ഇമ്പിച്ചുബാവ, 1996 ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി, 2001 ശ്രീ MB ഗംഗാധരൻ, 2006 ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി, 2011 ശ്രീ P ശ്രീരാമകൃഷ്ണൻ, 2016 പുതിയ പൊന്നാനിയുടെ അമരക്കാരനായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. തൻ്റെ നേതൃപാടവവും രാഷ്ട്രീയ പക്വതയും പൊന്നാനിക്കാരുടെ MLA 14-ാം നിയമസഭയുടെ ആദരണീയനായ സ്പീക്കർ സ്ഥാനത്തെത്തിച്ചു. തൻ്റെ സുതാര്യമായ വ്യക്തിത്വവും കാഴ്ചപ്പാടും കൊണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും നല്ല നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് പൊന്നാനിക്കാർക്ക് എന്നും അഭിമാനിക്കാവുന്നതാണ്. രാഷ്ട്രീയ ഭേദമന്യേ പൊന്നാനിക്കാരുടെ ഹൃദയത്തുടിപ്പായി അദ്ദേഹം തുടരുന്നു. പൊന്നാനിയെ ഒറ്റവാചകത്തിൽ വിശേഷിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുക അത് വൈവിധ്യങ്ങളുടെ ഒരു സംഗമ ഭൂമിയാണെന്നാണ്. വിവിധ സംസ്കാരങ്ങൾ, വിവിധ ജീവിത രീതികൾ, ഇവയോടെല്ലാം സ്വാംശീകരണം സംഭവിച്ച അസാധാരണമായ കൂടിച്ചേരലുകളുടെ ഒരു നാടാണ് പൊന്നാനി. ഭാരതപ്പുഴ ഒഴുകി അറബിക്കടലിൻ്റെ മാറിൽ ചേരുന്ന പൊന്നാനിയുടെ ഈ സാംസ്കാരിക വൈവിധ്യത്തിൽ നിളയുടെ ഓരങ്ങളിലൂടെയുള്ള സാംസ്കാരിക സവിശേഷതകൾ കൂടി ഇഴുകിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്കാരത്തെ മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സാംസ്കാരിക സമന്വയം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു നാടാണത്. കടലിൻ്റെ ഇരമ്പുന്ന വന്യമായ ഒരു രീതി, പുഴയുടെ താളം നിലയ്ക്കാത്ത നിളയുടെ സർഗാത്മകത, വിശാലമായ വയലേലകൾ നിറഞ്ഞ നമ്മുടെ കോൾനിലങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും ചേർന്നിട്ടുള്ളൊരു നാടാണത്. ഈ നാട് മലയാളത്തിൻ്റെ ഒരു സുഹൃതമാണ് എന്ന് ഞാൻ പറയും. അവിടുത്തെ ജനപ്രതിനിധിയായിരിക്കുന്നതിൽ അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട് എന്നും ഞാൻ പറയും. മതവിശ്വാസികളുടെ പുണ്യകേന്ദ്രമാകുമ്പോഴും പൊന്നാനി മതേതര മനസ്സ് കാത്തു സൂക്ഷിച്ചു. അതിനുത്തമ ഉദാഹരണമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വലിയ ജമാഅത്ത് പള്ളിയും പൊന്നാനിയുടെ കിഴക്ക് ഭാഗത്തുള്ള തൃക്കാവ് ഭഗവതി ക്ഷേത്രവും. ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ചതാണെന്നാണ് കരുതപ്പെടുന്നത്. ദുർഗാ ഭഗവതിക്ക് സമർപ്പിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം. പൊന്നാനിക്കാരുടെ സൗഹൃദത്തിൻ്റെ ആഘോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്
കണ്ടക്കുറുമ്പക്കാവ് ക്ഷേത്രോത്സവം, പുത്തൻപള്ളി ആണ്ട് നേർച്ച, തൃക്കാവ് ദീപാവലി, വെളിയങ്കോട് നേർച്ച എന്നിങ്ങനെ പലതും. പുറം നാടുകളുമായി പൊന്നാനിക്ക് പുരാതന കാലം മുതൽക്കേ ഉണ്ടായിരുന്ന കച്ചവട ബന്ധം ചില സാംസ്കാരിക വിനിമയത്തിന് കളമൊരുക്കി. ഇവിടത്തെ തീരങ്ങളിൽ ഹിന്ദുസ്ഥാനി സംഗീതം എത്തുന്നത് പത്തേമാരിക്കാലത്താണ് എന്നത് ചരിത്രം. ഇതിൻ്റെ ജനകീയത ഇപ്പോഴും പൊന്നാനിയിൽ പല ക്ലബ്ബുകളുടെയും രൂപത്തിലുണ്ട്. അന്തരിച്ച EK അബൂബക്കർ ജനകീയനായ ഖവാലി ഗായകനായിരുന്നു. സഖാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പൊന്നാനിയിലെ ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം. ഇന്നും രാത്രികാലങ്ങളിൽ പല സ്ഥലങ്ങളിലും ചെവിയോർത്താൽ സംഗീതം കേൾക്കാം. പൊന്നാനിയുടെ ആസ്ഥാന കവിയായിരുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരെ പോലെ എന്നും ഓർമ്മിക്കപ്പെടേണ്ട പേരാണ് ഉറൂബ് എന്ന PC കുട്ടിക്കൃഷ്ണൻ്റേത്. ചരിത്രം മൂകമായി നിലകൊള്ളുന്ന പൊന്നാനിയിൽ ചില പേരുകൾ എന്നും ഇവിടെ അലയടിക്കും. ഉമർ ഖാസി, KV രാമൻ മേനോൻ, K കേളപ്പൻ, ശ്രീമതി AV കുട്ടിമാളു അമ്മ, E മൊയ്തു മൗലവി, EK ഇമ്പിച്ചി ബാവ, KCS പണിക്കർ, TK പത്മിനി, K ദാമോദരൻ, M ഗോവിന്ദൻ, കോളാടി ഗോവിന്ദൻകുട്ടി, MT വാസുദേവൻ നായർ എന്നിവർ അവരിൽ ചിലർ മാത്രം. മത്സ്യബന്ധനത്തിൻ്റെ ശബ്ദായമാനമായ പ്രഭാതത്തിലേക്കാണ് നിത്യവും പൊന്നാനി ഉണരുന്നത്. ഇന്ന് കാണുന്ന ഈ ഹാർബർ ഇമ്പിച്ചി ബാവയുടെ സ്വപ്നമായിരുന്നു. ഇതിൻ്റെ ആവശ്യത്തിനായി കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ കാണാൻ ഡൽഹിയിലെത്തിയപ്പോഴാണ് അദ്ദേഹം നിര്യാതനാകുന്നത്. ഈ ഹാർബറിന് വേണ്ടി VS അച്യുതാനന്ദൻ സർക്കാർ 50 കോടി രൂപ ആദ്യം അനുവദിച്ചു. പൊന്നാനിയുടെ നിത്യജീവിതം ഒരു പരിധിവരെ മത്സ്യബന്ധനത്തെ ആശ്രയിച്ചാണ്. ഇവിടുത്തെ സാമ്പത്തിക മേഖലയിൽ നല്ലൊരു പങ്ക് മത്സ്യമേഖലയ്ക്കുണ്ട്. നിത്യവും ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാപാരം നടക്കുന്നു. 20,000-ഓളം മത്സ്യത്തൊഴിലാളികൾ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. ഭാരതപ്പുഴ കടലുമായി സംഗമിക്കുന്ന പ്രദേശത്താണ് ഹാർബർ. ഇവിടെ കാണുന്ന 8 ഏക്കർ സ്ഥലം ഹാർബർ പണിയുവാനായി പുഴയിൽ നിന്ന് മണ്ണ് മാറ്റിയിട്ട സ്ഥലമാണ്. 2011 തറക്കല്ലിട്ടു. 2018 പണി പൂർത്തിയായി. ഉദ്ഘാടനവും കഴിഞ്ഞു. 5 കോടി രൂപ മുടക്കി സജ്ജമാക്കിയ 78 സ്റ്റോറേജ് റൂമുകൾ ഈ ഹാർബറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പൊന്നാനിക്ക് 12 കിലോമീറ്റർ കടൽ തീരമാണ്. ഇതിലധിക സ്ഥലത്തും 18 കോടി രൂപ മുടക്കി കടൽ ഭിത്തി നിർമ്മിച്ചു ഈ സർക്കാർ. അടുത്ത കാലത്തുണ്ടായ ദുരന്തങ്ങളിലും കടൽക്ഷോഭത്തിലും വീട് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഭവന പദ്ധതി ഹാർബറിനടുത്ത് തന്നെ പണി നടക്കുന്നു. ആധുനിക രീതിയിൽ രൂപകൽപ്പന ചെയ്ത 128 ഫ്ളാറ്റുകൾ 12.8 കോടി രൂപ മുതൽ മുടക്കിൽ ഇവിടെ ഉയർന്നു വരുന്നു. രണ്ടാം ഘട്ടത്തിൽ 150 ഫ്ളാറ്റുകൾ കൂടി നൽകാമെന്ന തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് സർക്കാർ. പൂർണ്ണമായും പണി കഴിയുമ്പോൾ ഇവിടെ 300ഓളം ഫിഷർമെൻ ഫ്ളാറ്റുകൾ തല ഉയർത്തി നിൽക്കും. ഈ പുനരധിവാസം കേരളത്തിന് തന്നെ മാതൃകയായി മാറും. പൊന്നാനി നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്നത് പൊന്നാനി നഗരസഭയും കൂടാതെ 5 പഞ്ചായത്തുകളും ചേർന്നാണ്. വെളിയങ്കോട്, മാറഞ്ചേരി, പെരുമ്പടപ്പ്, നന്നമ്മുക്ക്, ആലങ്കോട് എന്നിവയാണവ. പൊന്നാനി താലൂക്കിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായാണ് ഭാരതപ്പുഴയുടെ തീരത്ത് പൊന്നാനി കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നത്. അടുത്ത 50 വർഷത്തെ കുടിവെള്ള പ്രശ്നം മുന്നിൽ കണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റിയുടെ നരിപ്പറമ്പിലുള്ള പമ്പിംഗ് സ്റ്റേഷൻ ഇതിനായി തയ്യാറായി കഴിഞ്ഞു. ജലശുദ്ധീകരണശാലയോട് കൂടിയ സമഗ്ര ജലശുദ്ധീകരണ പദ്ധതിക്ക് ആദ്യമായി 75 കോടി രൂപ കിഫ്ബി വഴി ലഭ്യമായി.
ആദ്യഘട്ടത്തിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ, പമ്പിംഗ് മെയിൻ എന്നിവയാണ് നടപ്പാക്കുന്നത്. ഇതിലൂടെ ശുദ്ധീകരിച്ച വെള്ളം നിലവിലുള്ള വിതരണ സംവിധാനത്തിലൂടെ നൽകാൻ കഴിയും. ഇതോടെ 2.5 ലക്ഷം ആൾക്കാർക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയും. ഇതിൽ 1.6 ലക്ഷം കണക്ഷനുകൾ ഇതിനകം നൽകിക്കഴിഞ്ഞു. ഞാൻ മത്സരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ വാർഡിൽ ഉണ്ടായ ഒരു സാഹചര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. കുളത്തിൽ നിന്ന് വെള്ളം കലത്തിൽ എടുത്ത് വെച്ചുകൊണ്ട് അത് ഊർന്നതിൻ്റെ ശേഷം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് ശുചീകരിച്ച ശുദ്ധജലം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നാനിയിലെ മുൻ MLA-മാരിൽ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി ഒഴികെ മറ്റെല്ലാവരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ജനകീയനായ പാലോളിയുടെ പ്രവർത്തനങ്ങൾ പൊന്നാനിയെ പുരോഗതിയിലേക്ക് നയിച്ചിട്ടുണ്ട്. 57 ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സംഭാവന കാർഷിക മേഖലയിൽ വരുത്തിയിട്ടുള്ള മാറ്റം പോലെ തന്നെ വിദ്യാഭ്യാസ രംഗം വളരെ പുരോഗമനപരമായിട്ടുള്ളൊരു നിയമനിർമ്മാണം ആ കാലഘട്ടത്തിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. പൊന്നാനിയിലെ ഒരു പൊതു ഇടമായി വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണ് BM പാർക്ക്. ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച റെഗുലേറ്റർ കം ബ്രിഡ്ജ് പിന്നെ BM ആയി മാറുകയായിരുന്നു. 24 കിലോമീറ്റർ പടർന്നു കിടക്കുന്ന കോൾ മേഖലയെ കടൽ വെള്ളത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് പുതുതായി 2010-2011 കാലത്ത് നിർമ്മിച്ച പുതിയ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. പൊന്നാനിയുടെ സമ്പന്നതയുടെ മറ്റൊരു മുഖമാണ് കോൾ നിലങ്ങൾ. സമൃദ്ധമായ നെൽകൃഷിയുടെ കേന്ദ്രങ്ങളാണിവ. പൊന്നാനി കോൾ മേഖല തികച്ചും പരമ്പരാഗത രീതിയിലൂടെ താൽക്കാലിക ബണ്ട് കെട്ടി കൃഷി ചെയ്തിരുന്ന രീതിയാണ് 8 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കോൾപ്പാടങ്ങളിൽ കൃഷി ഇറക്കാൻ പറ്റാത്ത കർഷകർ വിഷമത്തിലായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കുവാനാണ് തൃശൂർ പൊന്നാനി കോൾ പാക്കേജ് കൊണ്ടുവന്നത്. മൊത്തം 346 കോടി രൂപയുടെ പദ്ധതിയിൽ പൊന്നാനി കോൾ മേഖലയ്ക്ക് 140 കോടി രൂപ അനുവദിച്ചത് MLA-യുടെ നിതാന്ത പരിശ്രമത്തിലൂടെയാണ്. പൊന്നാനി കോൾ മേഖല 26 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. കുന്നംകുളം പെട്ടിക്കടവ് വരെ വ്യാപിച്ചു കിടക്കുന്ന 12,000-ഓളം ഹെക്ടർ കൃഷിഭൂമിയാണ്. അടിസ്ഥാന വികസനമായി ബണ്ടുകൾ, ഇടത്തോടുകൾ, ജലസേചന മാർഗങ്ങൾ എന്നിവ ഈ പദ്ധതിയിലുണ്ട്. 40 കിലോമീറ്റർ അധികം ബണ്ടുകൾ ഇപ്പോൾ ഇവിടെ കാണാം. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന കോൾ മേഖലയിൽ വാട്ടർ ചെയ്ത് വെള്ളം വറ്റിച്ചാണ് കൃഷി ചെയ്യുന്നത്. പൊന്നാനി മേഖലയ്ക്ക് അപ്രാപ്യമായിരുന്ന പദ്ധതികളാണ് ഇപ്പോൾ സാധ്യമായത്. ഇതിലൂടെ തരിശായി കിടന്നിരുന്ന 5,000-ഓളം ഹെക്ടർ കൃഷിഭൂമി 2-3 വർഷമായി കൃഷി ഇറക്കാനും നല്ല വിളവ് ലഭ്യമാക്കാനും കർഷകർക്ക് സാധിച്ചിട്ടുണ്ട്. കോൾ മേഖലയിലെ കൃഷിക്കാരെ സഹായിക്കാൻ വൈവിധ്യവും വ്യത്യസ്തവുമായ നിരവധി പദ്ധതികൾ, കോൾ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായും. പശ്ചാത്തല മേഖലയിൽ അവർക്ക് പമ്പ് ഹൗസ്, അതുപോലെ തന്നെ വൈദ്യുതി സൗകര്യം, അതുപോലെ തന്നെ പമ്പിങ്ങിന് ആവശ്യമുള്ള സംവിധാനങ്ങൾ, പെട്ടി, പറ, പമ്പ് സെറ്റ്, മോട്ടോർ, അങ്ങനെ ആവശ്യങ്ങൾ നിരവധിയാണ്. ഇതെല്ലാം കോൾ മേഖലക്കാരെ സംബന്ധിച്ചിടത്തോളം, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ പദ്ധതികൾ. ഇതെല്ലാം ബഹുമാന്യനായ സ്പീക്കർ തന്നെ നേതൃത്വത്തിൽ യോഗം വിളിച്ച് സ്പീക്കറുടെ ആസ്തി പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കുവാനും നെൽ കർഷകർക്ക് പ്രത്യേകമായ പാക്കേജ് നടപ്പിലാക്കുവാനും വേണ്ടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കോൾ മേഖലയിലെങ്കിൽ സൗരോർജ്ജ പ്ലാന്റുകൾ നിർമ്മിച്ച് ഈ വൈദ്യുതിയുടെ അഭാവം പരിഹരിക്കാൻ അത്തരം സിസ്റ്റങ്ങളടക്കം ഉപയോഗപ്പെടുത്തി. മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി കോൾ മേഖലയിലെ കൃഷിക്കാർ സംഭരിക്കുന്ന നെല്ല് കുത്തി പൊടിച്ച് അരി ആക്കി മാറ്റുന്ന ഓരോ പാടശേഖരങ്ങൾക്കും ചെറിയ റൈസ് മിനി മില്ലുകൾ ആദ്യമായി കൊടുത്തതും ഈ പൊന്നാനിയിലാണ്.
പൊന്നാനിയിലെ താലൂക്ക് ആശുപത്രിയാണ് ഇവിടത്തുകാർക്ക് ആരോഗ്യപരമായ ആവശ്യങ്ങൾക്ക് ഏക ആശ്രയം. സമയോചിതമായ മാറ്റങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ വന്നതോടെ ഇന്ന് ഇത് മികവിൻ്റെ കേന്ദ്രമായി. ഇവിടത്തെ സ്ഥല സൗകര്യക്കുറവുകൾ കാരണം ഒരു മാതൃശിശു ആശുപത്രി എന്നത് പൊന്നാനിക്കാരുടെ സ്വപ്നമായിരുന്നു. താലൂക്ക് ആശുപത്രിയെ ഉദ്ധരിച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്ന പദ്ധതികൾ കൊണ്ടുവരിക, അതിന് ധാരാളം പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പടിപടിയായിട്ട് താലൂക്ക് ആശുപത്രി ഇന്ന് ഒന്നാം തരം ഹോസ്പിറ്റലായിട്ട് മാറി. അതിനടുത്തനുബന്ധമായിട്ട് 15 കോടി രൂപയ്ക്ക് താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടങ്ങളും പുതിയ ആശുപത്രിയുമായിട്ടത് മാറാൻ പോവുകയാണ്. അതോടനുബന്ധമായിട്ടാണ് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രി വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വലിയ പിന്തുണയാണ് നമുക്ക് ലഭിച്ചത്. പൊന്നാനിയിലെ ആരോഗ്യ മേഖലയിൽ പ്രധാന നാഴികക്കല്ലാണ് 2018 ഡിസംബർ 30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത മാതൃശിശു ആശുപത്രി. $23 കോടി ചെലവിട്ടാണ് ജില്ലയിലെ തന്നെ മാതൃശിശു ആശുപത്രി സജ്ജീകരിച്ചിരിക്കുന്നത്. 85 തസ്തികകൾ ഇതിനായി സർക്കാർ അനുവദിച്ചു. പൂർണ്ണമായി സജ്ജീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററുകൾ, കാരുണ്യ ഉൾപ്പെടെ വിവിധ മരുന്ന് വിതരണ കേന്ദ്രങ്ങൾ, കേരളത്തിലെ ഏറ്റവും മികച്ച ആശുപത്രിക്കുള്ള ആയുഷ് അവാർഡ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും മികച്ച ആശുപത്രിക്കുള്ള കായകൽപ്പം അവാർഡ് എന്നിവ സംസ്ഥാനത്ത് നേടിയതും ഈ ആശുപത്രിയാണ്. ആര് കണ്ടാലും അത്ഭുതപ്പെടുന്ന നിലയിലുള്ള മനോഹരമായൊരു സർക്കാർ ഹൈടെക് ആശുപത്രിയായി മാതൃശിശു ആശുപത്രി മാറിക്കഴിഞ്ഞു. MLA ഫണ്ടും സർക്കാർ സഹായവും ചേർത്ത് ഇനിയും പുതിയ പേവാർഡും കൂട്ടിരിപ്പുകാർക്കുള്ള വിശ്രമ കേന്ദ്രവും തയ്യാറായി വരുന്നു. പ്രതിമാസം 25,000 രോഗികൾ ഇവിടെ OPയിലെത്തുന്നു. 350-ൽ പരം പ്രസവങ്ങളും നടക്കുന്നു. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും വീട്ടിലേക്ക് സൗജന്യ യാത്ര ഒരുക്കുന്ന മാതൃയാനം പദ്ധതിയും ഇവിടെ ഫലപ്രദമായി നടന്നുവരുന്നു. ഭക്ഷണങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നല്ല ആനുകൂല്യങ്ങളുണ്ട് ഇവിടെ. കുട്ടീൻ്റെ പല ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ കുഞ്ഞുങ്ങൾ തന്നെ ഫ്രീ ആയിട്ടൊക്കെ പല ടെസ്റ്റുകളും ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ തന്നെ വലിയ കാര്യമാണ്. പ്രൈവറ്റിലൊക്കെ ആകുമ്പോൾ അതിനൊക്കെ പൈസ ഉണ്ട്, ഇവിടെ അതൊക്കെ ഫ്രീ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഈ ആശുപത്രിനെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. ഇവിടെ നല്ല അഭിപ്രായമാണ്. നഴ്സായാലും ഡോക്ടറായാലും ഇവർ നമ്മളോട് പെരുമാറുന്നതൊക്കെ നല്ല ഇതിൽ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല ഇതുപോലെ നോക്കുന്നുണ്ട്. വൃത്തിയുള്ള ആശുപത്രി തന്നെ എല്ലാം കൊണ്ടും. ഞങ്ങൾക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് ഇവിടുന്ന്. വീട്ടിലേക്ക് പോകാൻ സൗജന്യമായിട്ട് വണ്ടിയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മരുന്നും ഭക്ഷണമൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ്. ഒരു നാടിൻ്റെ നിക്ഷേപങ്ങളിൽ പ്രധാനം അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സൗകര്യങ്ങളുമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പൊന്നാനിയിലെ എല്ലാ സർക്കാർ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും നല്ല രീതിയിൽ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കി. തെയ്യങ്കാട് വിദ്യാലയം കേരളത്തിലെ ഏറ്റവും നല്ല പ്രാഥമിക വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൊന്നാനിയിലെ വിദ്യാഭ്യാസ ചരിത്ര മുന്നേറ്റത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രതീകമാണിത്. മുക്കുതല ഹയർ സെക്കൻഡറി സ്കൂൾ, കോക്കൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, തൃക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ, പാലപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ, വെളിയങ്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവയ്ക്കെല്ലാം ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കാനും മനോഹരമാക്കുവാനും സാധിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ അധികമായി എത്തിയ വിദ്യാർത്ഥികളാണ് വികസനത്തിൻ്റെ അടയാളം. സ്മാർട്ട് ക്ലാസ് റൂമുകൾ വന്നതോടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ IT പ്രോജക്റ്റാണ് കേരളത്തിൽ നടപ്പിലായത്. സർക്കാർ മേഖലകളിൽ ഇല്ലാത്ത, സഹായം ലഭിക്കാൻ പോലും അവകാശമില്ലാത്ത, തികച്ചും നിർധനരായ ആളുകൾക്ക് വീട് നൽകുന്ന പദ്ധതിയാണ് സ്നേഹബൊമ്മാടം. ശുദ്ധജലവും വൈദ്യുതിയും കെട്ടുറപ്പുമുള്ള ഈ വീടുകൾ നൽകിയത് MLAയുടെ സ്വന്തം പദ്ധതി പ്രകാരമാണ്. ഒരു സർക്കാർ സഹായവുമില്ലാതെ സുമനസ്സുകളുടെ വിശാല മനസ്സുകൊണ്ട് നിർമ്മിതമായ
ഈ ഭവനങ്ങളാണ് സ്നേഹബൊമ്മാടം. അതിലൊരു കുണ്ടിച്ചിറ പാലത്തിൻ്റെ അടിയിൽ കഴിഞ്ഞ പ്രളയക്കെടുതിയിൽ ഞങ്ങൾ വെള്ളം കയറി. ഞങ്ങളുടെ പെരയുടെ ഉള്ളിലും പുറത്തുമെല്ലാം മൊത്തം വെള്ളം കയറി. ഞങ്ങൾ ക്യാമ്പിലേക്ക്, ഞങ്ങൾ കൊച്ചുങ്ങളുമായി ക്യാമ്പിലേക്ക് പോയി. അവിടെ സ്പീക്കർ വന്നിട്ട് ഞങ്ങൾ കാര്യങ്ങളുമെല്ലാം പറഞ്ഞു. ഞങ്ങൾക്കൊരു ഗവൺമെൻറ് രേഖ ഒന്നുമില്ല ഞങ്ങൾ ഈ പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക്. നിങ്ങൾക്കൊരു ഭവനം എന്നൊരു മൂപ്പരാൾ ഞങ്ങളോട് പറഞ്ഞു. ഇന്ന് ഞങ്ങൾക്കൊരു ഭവനമായി, ഞങ്ങൾ കുട്ടികൾ സുഖമായി കിടക്കുന്നു. ഇന്ന് 100% റബ്ബറൈസ് ചെയ്ത റോഡുകളുള്ള സ്ഥലമാണ് പൊന്നാനി. കേരളത്തിൽ ആദ്യമായി നാഷണൽ ഹൈവേയുടെ മുകളിൽ സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് റോഡ് പൂർത്തീകരിച്ചത് പൊന്നാനിയിലാണ്. അങ്ങനെയാണ് കുറ്റിപ്പുറം ചമ്രവട്ടം ദേശീയപാത യാഥാർത്ഥ്യമാകുന്നത്. ഇപ്പോൾ കനോലി കനാലിന് മുകളിലൂടെയുള്ള പാലവും യാഥാർത്ഥ്യമായി. തികച്ചും രാജപാത എന്ന വിശേഷണം നൽകാവുന്ന റോഡുകളാണ് ഇന്ന് പൊന്നാനിയിലുള്ളത്. ഞാൻ കേരളം മുഴുവനും വണ്ടി ഓടിക്കുന്ന ആളാണ്. പക്ഷേ പൊന്നാനിയിലെ റോഡുകൾ വളരെ നല്ല റോഡുകളാണ്. ഭാരതപ്പുഴയുടെ ഓരം ചേർന്ന് ചമ്രവട്ടം മുതൽ പൊന്നാനി ഹാർബർ വരെ നീളുന്ന 6 കിലോമീറ്റർ റോഡാണ് കർമ്മ റോഡ്. തീരത്തുകൂടി കടന്നു പോകുന്ന ഏതൊരാൾക്കും കൗതുകമുണർത്തുന്നതാണ് ഈ നിളയോരപ്പാത. ഇവിടെ ഹാർബറുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. കനോലി കനാലിന് കുറുകെ വരുന്ന പാലം പൊന്നാനിക്ക് മറ്റൊരു വികസന സാധ്യത തുറക്കുന്നതാണ്. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരവും ടൂറിസത്തിന് ഒരു മുതൽക്കൂട്ടും കൂടിയാണ് ഈ പാലം. കർമ്മ റോഡിൻ്റെ ഓരത്താണ് സിവിൽ സർവീസ് അക്കാഡമി, മൈനോറിറ്റി കോച്ചിംഗ് സെൻറ്റർ, ഇൻഡോർ സ്റ്റേഡിയം, ഒപ്പം ഏറെ പ്രതീക്ഷയോടെ ആരംഭിക്കുന്ന നിള സാംസ്കാരിക മ്യൂസിയവും. സംസ്കാരം എന്ന വാക്കിന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു വാക്കാണ്. യഥാർത്ഥത്തിൽ സംസ്കാരം എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സമൂഹം ആർജിച്ച എല്ലാ ജ്ഞാനത്തിൻ്റെയും മൂലധനമെന്നാണ്. അതായത് നമുക്ക് ഇന്നേ വരെ ലഭിച്ച എല്ലാ അറിവുകളുടെയും ഒരു സംഭരണിക്കാണ് സംസ്കാരം എന്ന് പറയുന്നത്. ആ സംഭരണിയിൽ പുതിയതായിട്ട് ചിലത് നിറച്ച് അതിനെ വഴിതെറ്റിക്കാനും ചരിത്രം തന്നെ മാറ്റിയെഴുതാനുമുള്ള ശ്രമം നടക്കുമ്പോൾ യഥാർത്ഥ ചരിത്രവും യഥാർത്ഥ സംസ്കാരവും പുതിയ തലമുറയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയെടുക്കുക എന്നത് വളരെ വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് സാംസ്കാരിക മ്യൂസിയം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത്. ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള മിത്തുകൾ തൊട്ട് നവോത്ഥാന നായകന്മാരായ VT ഭട്ടതിരിപ്പാടും ICP നമ്പൂതിരിയും അതുപോലെ തന്നെ അക്കിത്തവും നിളാനദിയുടെ കൈവഴികളിലൊന്നായ കുന്തിപ്പുഴയുടെ തീരത്തുള്ള EM ശങ്കരൻ നമ്പൂതിരിപ്പാടും ഉൾപ്പെടെയുള്ളവരുടെ കലയുടെയും സാഹിത്യത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം വലിയ ഒരു ചരിത്രം അവിടെ ഒഴുകിയെത്തുന്നുണ്ട്. ആ ചരിത്രത്തിലൂടെയാണ് പൊന്നാനിയുടെ സംഗമ സവിശേഷതയോടെ രൂപപ്പെട്ടത്. അതുകൊണ്ട് പൊന്നാനിയുടെ സമഗ്രമായ ഒരു ചിത്രവും പൊന്നാനിയിൽ ഒഴുകിയെത്തിയ വൈവിധ്യങ്ങളുടെ ചരിത്രവും പുതിയ തലമുറയ്ക്ക് കൈമാറുന്ന ഏറ്റവും വലിയൊരു സംരംഭമായിട്ട് നിള സാംസ്കാരിക മ്യൂസിയം, നിള സംഗ്രഹാലയം മാറുകയാണ്. അത് എല്ലാ കാലത്തേക്കുമുള്ള സംസ്കാരത്തിൻ്റെ ഒരു മഹാസംഭരണിയായിരിക്കും. അത് പൊന്നാനിക്ക് നൽകുന്ന വലിയ അറിവിൻ്റെ ഒരു ഒഴുക്കായിരിക്കും എന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. കോസ്റ്റൽ കോറിഡോറിൻ്റെ ഭാഗമായി ഇവിടെയാണ് ഹൗറ മോഡൽ സസ്പെൻഷൻ ബ്രിഡ്ജ് വരുന്നത്. പൊന്നാനി അഴിമുഖത്തെ മറികടന്ന് പൊന്നാനിയെയും തവനൂർ മണ്ഡലത്തെയും യോജിപ്പിക്കും. നിലവിലുള്ള ഹൈവേയിൽ നിന്നും വ്യത്യസ്തമായി തീരദേശത്തുകൂടി മാത്രം കടന്നു പോകുന്ന 12 മീറ്റർ പാതയാണിത്. അഴിമുഖത്തിന് കുറുകെ 400 മീറ്ററിലാണ് സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ടാവുക. 4 വരിയിലാണ് പാത നിർമ്മിക്കുക. 24 മീറ്ററാണ് ആകെ വീതി. ഇതിൽ 2 വരി ഗതാഗതത്തിനായി ഉപയോഗിക്കും. ബാക്കി സ്ഥലത്ത് സൈക്കിൾ ട്രാക്കും വ്യൂ ഗാലറിയുമായിരിക്കും. ജലനിരപ്പിൽ നിന്ന് 16 അടി ഉയരത്തിലാണ് പാലം നിർമ്മിക്കുക. അഴിമുഖത്തോട് ചേർന്ന് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടും അനുബന്ധമായ സൗകര്യങ്ങൾക്കും പദ്ധതി കോട്ടമുണ്ടാക്കില്ല. ഒരുവിധ പാരിസ്ഥിതിക ആഘാതവും ഉണ്ടാവില്ല. 289 കോടി രൂപയുടെ ഈ പ്രോജക്റ്റ് പൊന്നാനിയുടെ ടൂറിസം രംഗത്ത് പ്രവചനാതീതമായ മാറ്റം വരുത്തുമെന്നതിൽ തർക്കമില്ല. കഴിഞ്ഞ കാലത്തിൻ്റെ സ്മരണ ഉയർത്തി ചരിത്രം നിശ്ചലമായി നിലകൊള്ളുന്ന സ്ഥലമാണ് പാണ്ഡികശാല.
മൂകമായി നിലകൊള്ളുന്ന ഈ സ്ഥലം ഇന്ന് പലർക്കും ഒരു കൗതുകമാണ്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെയും പൊന്നാനി മുനിസിപ്പാലിറ്റിയെയും കൂടി ബന്ധിപ്പിക്കുന്ന ഈ തൂക്കുപാലം സന്ദർശകർക്ക് കൗതുകമുണർത്തുന്നതാണ്. മലപ്പുറം ജില്ലയിൽ വള്ളംകളി നടക്കുന്നത് ഇവിടെ BM കായലിലാണ്. കഴിഞ്ഞ 45 വർഷമായി 3ാം ഓണത്തിനാണ് ഇവിടെ വള്ളംകളി നടക്കുന്നത്. ആയിരങ്ങൾ തടിച്ചുകൂടുന്ന ഇവിടെ MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപ മുടക്കി പുനരുദ്ധാരണം നടത്തി. ഇപ്പോൾ പൊന്നാനിയിലെ ഒരു പൊതു ഇടം കൂടിയാണ് ഈ സ്ഥലം. പൊന്നാനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് വേറിട്ട അടയാളപ്പെടുത്തലുകൾക്ക് ഒരിടമായിട്ട് മാറിയിട്ടുള്ള ഒരു പൗരാണിക തുറമുഖ നഗരം കൂടിയാണ്. ഇന്ത്യയുടെ തന്നെ മതേതര ഭൂമികയിൽ വേറിട്ട് നിൽക്കുന്ന, അതല്ലെങ്കിൽ ഏറ്റവും നല്ല തരത്തിലുള്ള ഒരു ഇടപെടലുകൾ ജനകീയമായിട്ട് നടക്കുന്ന ഒരിടം കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൊന്നാനിയുടെ മതേതര പാരമ്പര്യവും ജനാധിപത്യപരമായിട്ടുള്ള ഇടപെടലുകളും കൂടിച്ചേർന്നുകൊണ്ട് മതസൗഹാർദ്ദത്തിനും മാനവ മൈത്രിയുടെയും ഒരു വിളനിലമായിട്ടാണ് പൊന്നാനി അടയാളപ്പെടുത്തുന്നത്. മലബാറിന് അന്യമായിരുന്ന KSRTC ബസ്സുകളെ പൊന്നാനിയുടെ നിരത്തുകളിൽ 1967 ഇറക്കിയ ഇമ്പിച്ചുബാവ ഇന്നും പൊന്നാനിക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ കാണുന്ന പുതിയ ബ്ലോക്കും വിശ്രമമുറിയും ഗാരേജും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയിൽ പണിതീർത്തതാണ്. ആദ്യമായാണ് ഒരു MLA KSRTCക്ക് വേണ്ടി ഇങ്ങനെയൊരു ഫണ്ട് ചെലവിടുന്നത്. ഇന്ന് കേരളത്തിലെ മികച്ച വരുമാനമുള്ള KSRTC ഡിപ്പോകളിൽ ഒന്നായി ഇത് തുടരുന്നു. പാലോളിയായാലും പിന്നെ ഇപ്പോഴുള്ള സ്പീക്കർ ശ്രീരാമകൃഷ്ണനായാലും അവരെല്ലാം തന്നെ ഈ പൊന്നാനിയുടെ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആധുനിക പൊന്നാനിയെ രൂപപ്പെടുത്തുന്നതിൽ ഇവിടെ നിന്നും വിജയിച്ച ജനപ്രതിനിധികളുടെ കയ്യൊപ്പ് വിവിധ മേഖലകളിൽ കാണാം. അസംഘടിതരായ തൊഴിലാളികളെ ഒന്നിപ്പിച്ച് നിർത്തിയും രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലൂടെയും വർത്തമാനകാലത്ത് വാഴുകയാണ് പൊന്നാനി. പുതിയ പൊന്നാനിക്ക് ഇനിയും ശക്തമായ തുടർച്ച കിട്ടുമെന്നതിൻ്റെ ഉറപ്പാണ് ഈ പുതിയ കാഴ്ചകൾ.